പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നമ്മൾ സാക്ഷ്യത്തിൻ്റെ ജീവിത സാക്ഷ്യ അനുഭവം നമ്മളിപ്പോൾ കേൾക്കുകയാണ്. കഴിഞ്ഞ 18 വർഷമായി യേശുവിനെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞ് യേശു അനുഭവത്തിലേക്ക് കടന്നു വന്ന, ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൈദികരുടെയും ധ്യാന കേന്ദ്രങ്ങളോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന രാജൻ ബ്രദർ, അദ്ദേഹം കാഞ്ചിയാർ സ്വദേശിയാണ്. അദ്ദേഹം തൻ്റെ ജീവിത അനുഭവം, യേശു അനുഭവം ഈ സമയങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമുക്ക് വലിയ സ്നേഹത്തോടെ ആ ശുശ്രൂഷയെ ഹൃദയം കൊണ്ട് നമുക്ക് സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാം. നമുക്കൊരിക്കൽ കൂടെ കരങ്ങൾ കൂപ്പി കണ്ണുകളെ അടച്ച് ഒരു നിമിഷം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വചനം പറയുന്നു, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ വചനത്തെ, ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. കേട്ടറിഞ്ഞവരും കണ്ടറിഞ്ഞവരും തൊട്ടനുഭവിച്ചവരുമാണ് സാക്ഷികൾ. അങ്ങനെ കേട്ടും കണ്ടും തൊട്ടും അറിഞ്ഞ സത്യത്തെ എന്തിനു വേണ്ടിയാണ് ജനസമൂഹത്തിൻ്റെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവിടെ വചനം പറയുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് മുൻപ് അനുഗ്രഹം പ്രാപിച്ച അനേക വ്യക്തികളുടെ ജീവിത സാക്ഷ്യങ്ങളാണ് യേശുവിൽ വിശ്വസിക്കുവാനും ഇതുപോലെയുള്ള ശുശ്രൂഷകളിലേക്ക് കടന്നു വരുവാനും നമുക്ക് കാരണമായി തീർന്നത്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് കരങ്ങൾ കൂപ്പി, തുടർന്ന് എൻ്റെ അധരത്തിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ വിടുതലിനെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ, കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ പത്രോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന വിജാതിയരിലേക്ക് പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി കടന്നു എന്നത് അഭിഷേകം ചെയ്തതുപോലെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ച് എലിസബത്തിനോട് സംസാരിച്ചപ്പോൾ എലിസബത്തിലേക്കും എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്നിരുന്ന ശിശുവിലേക്കും ദൈവത്തിൻ്റെ ആത്മശക്തി പകർന്നതുപോലെ ഈ ശാലോൺ ടെലിവിഷനോട് ചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഈ സാക്ഷ്യം കേൾക്കുന്ന, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ശ്രവിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തി, വിടുതൽ, സൗഖ്യം, നിലനിൽക്കുന്ന സന്തോഷം, സമാധാനം കടന്നു ചെല്ലുവാനായി ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാം. മത്തായി 18:10 വചനം പറയുന്നു, ഇവരുടെ ദൂതന്മാർ എപ്പോഴും എൻ്റെ പിതാവിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയെയും പ്രതിനിധീകരിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ തിരുമുഖം ദർശിച്ച് താൻ പ്രതിനിധീകരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ മധ്യസ്ഥരെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും സ്വീകരിച്ചിരിക്കുന്ന നാമധേയ വിശുദ്ധന്മാരെ, വിശുദ്ധാത്മാക്കളെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കണമേ. ദൈവവചനം മാംസം ധരിക്കുവാൻ തന്നെ സമർപ്പിച്ച് ആ വചനത്തിന് സാക്ഷ്യം വഹിച്ച് കാൽവരിയിലെ കുരിശിൻ്റെ ചുവട്ടിൽ സകരക്ഷകയായി തീർന്ന പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ ഉദരത്തിൽ മാംസം ധരിച്ച ദൈവവചനം എൻ്റെ അധരത്തിലൂടെ ഈ മക്കൾ കേൾക്കുമ്പോൾ ഇവരുടെ ഹൃദയങ്ങളിൽ വചനം മാംസം ധരിക്കുവാൻ, ജീവിത അനുഭവങ്ങൾ ജീവൻ പ്രാപിക്കുവാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് രാജൻ എന്നാണ്. മാമോദീസ പേര് തോമസ് എന്നാണ്.
ഞാനിപ്പോൾ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് പേഴുങ്കണ്ടം, ഇടുക്കി രൂപതയിലെ പേഴുങ്കണ്ടം ഇടവകയിലാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് കട്ടപ്പനയിലാണെങ്കിലും ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിൽ കുളത്തൂർമൂഴിക്കടുത്ത് മുണ്ടത്താനം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ 40 വയസ്സ് പ്രായമുള്ള ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ 4ാമത്തെ മകനായിട്ട് ഞാൻ ജനിച്ചു. ഞാൻ ജനിച്ചതിൻ്റെ 30ാമത്തെ ദിവസം എൻ്റെ പിതാവ് എന്നേക്കുമായി എന്നെ ഉപേക്ഷിച്ചു പോയി. എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ സമയം വരെ മാനുഷിക തലത്തിൽ ഒരു വ്യക്തിയെ അച്ഛാന്ന് വിളിക്കുവാനോ ഒരു അപ്പൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പനില്ലാത്ത എന്നെ വളർത്തുവാൻ എൻ്റെ അമ്മയ്ക്ക് ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ജീവിതത്തിൽ ആവോളം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഇടിക്കുകയും പൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന മില്ലുകൾ ഒന്നും യഥേഷ്ടമായിട്ടില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വീടുകളിൽ അതിനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി കല്ലൊരലിനകത്ത് ഇരുമ്പൊലക്ക കൊണ്ട് അരിയും കാപ്പിയും മുളകും ഒക്കെ ഇടിച്ചു പൊടിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് എൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു 4 വയസ്സ് പ്രായമായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ മേലാത്ത ഒരവസ്ഥയായി. 1 വയസ്സോളം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു കയ്യാലയിൽ ചേർത്ത് വെച്ച് അമ്മയ്ക്കിട്ട് ഇടിച്ചതിൻ്റെ ഫലമായി ഇടി കൊണ്ട് അമ്മയുടെ വലത് സൈഡിലെ ഒരു കിഡ്നിക്ക് കേട് സംഭവിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ നിന്ന് 10-25 അടി പൊക്കമുള്ള ഒരു തൈത്തെങ്ങിൽ നിന്ന് 4 തേങ്ങ ഉൾപ്പെടുന്ന ഒരു കുല തേങ്ങ ഒരു തോട്ടി കൊണ്ട് അറുത്ത് താഴേക്കിട്ടപ്പോൾ അത് ഓലമടലേക്കൂടെ തെന്നി വന്ന് അമ്മയുടെ തലയിലേക്ക് വീണ് അമ്മയുടെ തലയ്ക്ക് ക്ഷതമേറ്റു. അമ്മയുടെ തല വിറയ്ക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആരോഗ്യം നഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മകനെ വളർത്താൻ ആരോഗ്യം അനുവദിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ എന്നേക്കുമായി ഈ മകനെ ഉപേക്ഷിക്കുവാനായിട്ട് എൻ്റെ അമ്മ തീരുമാനിച്ചു. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ അമ്മമാർ നടത്തുന്ന ഒരു അനാഥ മന്ദിരമുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഈ അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി എന്നെ ഉപേക്ഷിക്കുവാനായിട്ട് എൻ്റെ അമ്മ മണിയടിച്ച് കന്യാസ്ത്രീ അമ്മമാർ ഇറങ്ങി വരുന്ന ഗ്യാപ്പിൽ അവസാനമായി എൻ്റെ അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അന്ന് വരെ ഇല്ലാത്ത ഒരു ചിരി ഞാൻ അമ്മയെ ചിരിച്ചു കാണിച്ചെന്നാണ് പറയപ്പെടുക. എൻ്റെ ചിരി കണ്ട് മയങ്ങിയിട്ടാകാം ഈ അനാഥ മന്ദിരത്തിൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഉപേക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല. അവിടെ നിന്ന് എൻ്റെ അമ്മ എന്നെ തിരികെ എടുത്തു. അങ്ങനെ സ്വദേശത്ത് മുണ്ടത്താനം എന്ന സ്വദേശത്തേക്ക് അമ്മ തിരിച്ചു വന്നു. ജോലി ചെയ്ത് മകനെ വളർത്താൻ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് അന്ന് വരെ അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീടുകളിൽ ചെന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടുവന്ന് എൻ്റെ അമ്മ എന്നെ വളർത്തുവാനായിട്ട് ആരംഭിച്ചു. ഭിക്ഷക്കാരിയായ അമ്മയുടെ വിരൽത്തുമ്പിലും തുണിത്തുമ്പിലും പിടിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങി ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രമാണ് ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അന്നും ഇന്നും എൻ്റെ മനസ്സിലുള്ളത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനത്തിൽ പ്രഭാഷകൻ 29-24 വചനം പറയുന്നുണ്ട്, വീട് തെണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്, വാ പൊത്തി നിൽക്കേണ്ടി വരും. അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുളത്തൂർമൂഴിയിലും മുണ്ടത്താനത്തും ചുങ്കപ്പാറയുമൊക്കെയുള്ള 100 കണക്കിന് വീടുകളുടെ അടുക്കള വാതുക്കൽ പോയി ഒരല്പം പഴങ്കഞ്ഞിക്കും പഴഞ്ചക്കയ്ക്കും ഒക്കെ വേണ്ടി മണിക്കൂറുകളോളം കൈകെട്ടിയും വാപൊത്തിയും നിൽക്കേണ്ടി വന്ന ഒരവസ്ഥ ഒരു 10 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. എനിക്ക് ഏതാണ്ടൊരു 10 വയസ്സ് പ്രായമായപ്പോൾ ഓരോ കീറ് ഓല കൊണ്ട് മറച്ച് ഒറ്റ മുറി ഉണ്ടായിരുന്ന ഒരു ഓലപ്പര ഒരു രാത്രിയിൽ ആരോ തീയിട്ട് നശിപ്പിച്ചു. ആരാണെന്നൊന്നും ഞങ്ങൾ കണ്ടില്ല. ആരോ അത് തീയിട്ട് നശിപ്പിച്ചു. വളരെ അത്ഭുതകരമായിട്ട് ആ അഗ്നിയുടെ നടുവിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇന്ന് എനിക്ക് ബോധ്യമുണ്ട് കർത്താവാണ് രക്ഷപ്പെടുത്തിയതെന്ന്. വീണ്ടും ഒരു വീട് വെച്ച് അവിടെ താമസിച്ചാൽ അത് ജീവന് കൂടി അപകടമാണെന്ന് മനസ്സിലാക്കിയ അമ്മ മുണ്ടത്താനത്തുണ്ടായിരുന്ന വസ്തുവകളെല്ലാം വിറ്റ് അവിടുന്ന് ഒരു 8 കിലോമീറ്റർ അകലെ നെടുങ്കുന്നം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് താമസം ആരംഭിച്ചു. നെടുങ്കുന്നത്ത് താമസം ആരംഭിച്ച് 5ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന 10 ദിവസത്തെ ഗ്യാപ്പിൽ ഒരു ദിവസം അയൽക്കാരനായ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൂടി 5-8 തേങ്ങ മോഷ്ടിച്ച് ഒരു കടയിൽ വിൽക്കുവാനായിട്ട് കൊണ്ടുവന്നു. എൻ്റെ കൂടെയുള്ളത് ഒരു കള്ളൻ്റെ മകനായിരുന്നത് കൊണ്ടും ഞങ്ങളിത് മോഷ്ടിച്ചതാണെന്ന് കടക്കാരന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടും അവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സും അവിടുത്തെ കടക്കാരും എല്ലാം കൂടെ ഞങ്ങളെ പിടിച്ച് തൊട്ടടുത്ത കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലാക്കി. കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3ാമത്തെ ദിവസം ഇറങ്ങി നാട്ടിലേക്കും വീട്ടിലേക്കുമെല്ലാം കടന്നു ചെന്നപ്പോൾ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരുമെല്ലാം കള്ളൻ എന്ന് വിളിക്കുവാനായിട്ട് ആരംഭിച്ചു. തന്തയില്ലാ മോൻ എന്നുള്ള അഡ്രസ്സിൻ്റെ കൂടെ കള്ളൻ എന്ന മുദ്ര കൂടെ പതിക്കപ്പെട്ടപ്പോൾ വിദ്യാഭ്യാസം എന്നേക്കുമായി അവസാനിപ്പിച്ച് നെടുങ്കുന്നം മാർക്കറ്റിൽ ചെറിയ ചെറിയ പണികൾ ചെയ്യുവാൻ, ആ തെരുവിലെ ജോലികളൊക്കെ ചെയ്യുവാനായിട്ട് ഞാൻ ഇറങ്ങിച്ചെന്നു. അങ്ങനെ ഇറങ്ങിച്ചെന്ന അവസരത്തിൽ
ആ തെരുവിലുള്ള അന്നും ഇന്നും എനിക്ക് പ്രിയങ്കരായ എൻ്റെ സഹോദരങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും അടിമത്തത്തിലേക്ക് എന്നെ നയിച്ചു. ഏതാണ്ട് ഒരു 14 വയസ്സൊക്കെ ആയപ്പോഴേക്കും കഞ്ചാവിനും മദ്യത്തിനുമെല്ലാം അടിമയായി ഞാനൊരു തെരുവ് ജീവിതം ആരംഭിച്ചു. അതിനേക്കാൾ ഉപരിയായി പറഞ്ഞാൽ, രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു വ്യക്തിക്ക് ലഭിക്കുവാൻ അർഹതയുണ്ടായിട്ടും ആ വ്യക്തിക്ക് നിഷേധിക്കപ്പെടുന്ന സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം. ഒരുപക്ഷെ ലോകത്തിൻ്റെ വിവിധ മേഖലകളിലായിരുന്നു കൊണ്ട് ഈ ശാലോം ടിവിയിലൂടെ എന്നെ ശ്രവിക്കുന്ന ആവാലവൃദ്ധം ജനങ്ങളിലേക്കും കടന്നു വരുമ്പോൾ പ്രായവ്യത്യാസമില്ലാതെ ഓരോ വ്യക്തിയുടെയും ദുഃഖത്തിൻ്റെ അടിസ്ഥാന കാരണം പരിശോധിച്ചാൽ എല്ലാവരും ഉണ്ടായിട്ടും എൻ്റെ വേദനയുടെയും സങ്കടങ്ങളുടെയും നടുവിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, എന്നോടൊരാശ്വാസ വാക്കുപോലും പറയാൻ എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള വേദനയല്ലേ പലരെയും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിപ്പിക്കുക, അല്ലേ പലരും ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം അതല്ലേ? ഗാന്ധിജി പറഞ്ഞത് ശരിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാനത് ഒത്തിരിയേറെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. 30-ാമത്തെ ദിവസം പിതാവ് ഉപേക്ഷിച്ചു പോയതുകൊണ്ട് ഒരു അപ്പൻ്റെ സ്നേഹം അനുഭവിക്കുവാനോ അപ്പൻ്റെ ലാളനകൾ ഏറ്റുവാങ്ങുവാനോ എനിക്ക് സാധിച്ചില്ല. പകലന്തിയോളം ഭിക്ഷയാചിച്ച് സന്ധ്യാസമയത്ത് ഒരു തുണിസഞ്ചിക്കകത്ത് പച്ചരിയും ചാക്കരിയും കുത്തരിയും നാണയത്തുട്ടുകളും മറ്റുള്ള വീടുകളിൽ നിന്ന് കിട്ടുന്ന പലഹാരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് എൻ്റെ അമ്മ കയറി വരും. അന്നത്തെ ഒരു പ്രധാന പലഹാരമാണ് ഇലയ്ക്കകത്ത് പരത്തി ശർക്കരയും തേങ്ങായും ഒക്കെ വെച്ച് ഓട്ടിനകത്ത് ചുട്ടെടുക്കുന്ന ഗോതമ്പട. അത് ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് തിന്നാൻ കൊടുക്കും. എന്ത് കിട്ടിയാലും അതെല്ലാം പകുതി കഴിച്ചിട്ട് പകുതി സഞ്ചിക്കകത്തിട്ട് ഈ മകന് വേണ്ടി അമ്മ കൊണ്ടുവരും. അങ്ങനെ സന്ധ്യയ്ക്ക് ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പം വീട്ടിലേക്ക് കടന്നു വന്ന് ഒരു പായലോ ചാക്കലോ ഈ സാധനങ്ങളെല്ലാം കുടഞ്ഞിട്ട് അതിലുള്ള സാധനങ്ങളെല്ലാം തമ്മിൽ വേർതിരിച്ചു വരുമ്പോൾ രാത്രി വളരെയേറെ വൈകും. അങ്ങനെ വൈകുന്ന വേളയിൽ ഒരല്പം കഞ്ഞിയും തന്നിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് മകനെ സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കാനുള്ള സമയം ആവോളം ജീവിതത്തിൽ കിട്ടിയില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഈ മകന് വേണ്ടിയാണ് അമ്മ ജീവിച്ചത്. പക്ഷേ ആ സ്നേഹം ഒന്ന് പ്രകടിപ്പിച്ച് കാണിക്കുവാൻ ആ അമ്മയ്ക്ക് സമയവും സാഹചര്യവും ജീവിതത്തിൽ ആവോളം ലഭിച്ചില്ല. അപ്പോൾ അപ്പനിൽ നിന്ന് സ്നേഹം അനുഭവിക്കാൻ പറ്റിയില്ല, അമ്മയിൽ നിന്ന് അതിൻ്റെ പൂർണ്ണതയിൽ അത് സ്വീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. പിന്നെ സ്നേഹം തരേണ്ടത് ബന്ധുക്കളാണ്. അവരിൽ പലരും തന്തയില്ലാമോനെ എന്ന് വിളിച്ച് മാറ്റി നിർത്തുന്നവർ, ശേഷിക്കുന്നതിൽ ഒരു വിഭാഗം എൻ്റെ അകൃത്യങ്ങൾ മൂലം എന്നെ വീട്ടിൽ കയറ്റാത്തവർ, പിന്നെ ശേഷിക്കുന്നതിൽ ഒരു വിഭാഗം നീ നന്നായാലും നശിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല, അത് നിന്റെ കാര്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർ. പിന്നെ സ്നേഹം തരേണ്ടത് കൂട്ടുകാരാണ്. മറ്റുള്ള വീടുകളിൽ നിന്ന് കിട്ടുന്ന കീറി പറഞ്ഞ് തുന്നിത്തേച്ച് ഉടുപ്പും നിക്കറുമൊക്കെ ഇട്ട് മൂക്കളെ മലിപ്പിച്ച് ചൊറിയും പിടിത്ത് കറുത്തു പടച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് കറുപ്പായെന്നും പാണ്ടിക്കാരെന്നും ഒക്കെ വിളിച്ച് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ അകറ്റി നിർത്തുകയാണ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഈ മയക്കുമരുന്നിലൂടെയും അത് പങ്കുവെച്ചു തരുന്ന കൂട്ടുകാരുടെ കൂട്ടായ്മയിലൂടെയും കണ്ടെത്തുകയായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അങ്ങനെ ഓരോ ദിവസവും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തിയിൽ ആഴപ്പെട്ട് ആരും നിയന്ത്രിക്കാനില്ലാതെ തെരുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഏതെല്ലാം തിന്മകളിലൂടെയും മ്ലേച്ഛതകളിലൂടെയും വളർന്ന് വലുതാകുമോ ആ മേഖലകളിലൂടെയെല്ലാം ഞാനും വളർന്ന് വലുതായി. എനിക്ക് ഏകദേശം 25 വയസ്സ് പ്രായമായപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ആൺമക്കളുള്ള ഒരു 80% മാതാപിതാക്കളും ചിന്തിക്കുന്നത് പോലെ എൻ്റെ അമ്മയും ചിന്തിച്ചു, ഇവനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുമായിരിക്കും. അങ്ങനെ ഒരു ഭവനത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി 1993 ഫെബ്രുവരി മാസം 3-ാം തീയതി എൻ്റെ വിവാഹം നടത്തി. എന്നാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു വ്യക്തിയുടെ കുടുംബജീവിതം എത്രയേറെ പരാജയമായിരിക്കുമോ അതിനേക്കാൾ ഉപരിയായി എൻ്റെ കുടുംബജീവിതവും പരാജയപ്പെട്ടപ്പോൾ 8 മാസത്തെ കുടുംബജീവിതത്തിന് ശേഷം എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ജീവിത പങ്കാളി അവളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയും 1994 ഏപ്രിൽ മാസം 1-ാം തീയതി ഞങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തുകയും ചെയ്തു. തുടർന്ന് നെടുങ്കുന്നം കോപ്പറേറ്റീവ് ബാങ്കിൽ അല്പം കടബാധ്യതയൊക്കെയായി ഈ കടം വീട്ടാൻ മാർഗമില്ലാതെ ജപ്തി നടപടികളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ നെടുങ്കുന്നത്ത് ഉണ്ടായിരുന്ന വസ്തുവകളെല്ലാം വിറ്റ് കടമെല്ലാം വീട്ടി ബാക്കിയുണ്ടായിരുന്ന പൈസയുമായി 1995 ജൂലൈ മാസം 10-ാം തീയതി കട്ടപ്പനയ്ക്കടുത്ത് നരിയമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഞാനവിടെ താമസം ആരംഭിച്ചു. ഈ അവസരത്തിൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് 70 വയസ്സ് പ്രായമായി. അമ്മയുടെ കുടലിൽ കുരുക്കൾ വന്ന് അൾസർ എന്ന രോഗം വന്ന് ആ കുരുക്കൾ പഴുത്ത് പൊട്ടി അമ്മ നടന്നു പോകുന്ന വഴിക്ക് അമ്മ പോലും അറിയാതെ പഴുപ്പ് പുറത്തേക്ക് ഒഴുകുന്ന ഒരു രോഗ അവസ്ഥയിൽ എൻ്റെ അമ്മ എത്തിയിരുന്നു. അമ്മയെ ചികിത്സിച്ചുകൊണ്ടിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ മധുസൂദനൻ ഡോക്ടർ അമ്മയുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല, അമ്മ ഇനിയും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് വൈദ്യശാസ്ത്രം പോലും ഉപേക്ഷിക്കപ്പെട്ട ഈ വൃദ്ധയായ രോഗിയായ അമ്മയുമായിട്ട് ഞാൻ ഹൈറേഞ്ചിൽ താമസം ആരംഭിച്ചു.
പ്രൈവറ്റ് ബസ്സിൽ ക്ലീനറായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് കട്ടപ്പന ടൗണിൽ എനിക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. കട്ടപ്പന ചെന്ന് കഴിഞ്ഞ് ബസ്സിലെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് കട്ടപ്പന മാർക്കറ്റിലെ ഹോട്ടലുകളിൽ വിറക് കയറുന്ന ഒരു ജോലി ഞാൻ ഏറ്റെടുത്തു. അതുവഴി അവിടെ പാട്ടത്തൂക്കിന് വെള്ളം കോരുന്നവരുമായിട്ട് പരിചയപ്പെട്ടു. വെള്ളം കുരിച്ചയും വിറക് കുരിച്ചയൊക്കെ ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോയപ്പോൾ ഒരു ദിവസം 300 രൂപയ്ക്ക് വരെ എനിക്ക് പണിയുവാനായിട്ട് സാധിക്കും. 95 ഹൈറേഞ്ചിൽ ഒരു കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്ക് പോയാൽ 75 രൂപ പ്രതിഫലം ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ ജോലികളിലൂടെ എനിക്ക് 300 രൂപ വരെ ശമ്പളം എനിക്ക് ലഭിക്കും. പക്ഷെ 300 രൂപ ലഭിക്കുന്ന അവസരത്തിൽ ഞാനൊരു 10 പൊതി കഞ്ചാവെങ്കിലും ഉപയോഗിക്കും. അത് കൂട്ടുകാർക്കൂടൊക്കെ വിതരണം ചെയ്യുന്നത് കൊണ്ട് ഒരു 10 പൊതി കഞ്ചാവിൻ്റെ ഉപയോഗം ഉണ്ടാകും. ഒരു പൊതി കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അന്ന് 3 വീടി തീർക്കാനുള്ള കഞ്ചാവാണ് ഒരു പൊതി കഞ്ചാവ്. അങ്ങനെയുള്ള ഒരു പൊതി കഞ്ചാവിന് അന്ന് 10 രൂപ കൊടുക്കണം. അങ്ങനെ 10 പൊതി കഞ്ചാവിന് 100 രൂപ കഞ്ചാവ് കച്ചവടക്കാരൻ്റെ കയ്യിൽ കൊടുക്കും. ഇപ്പോൾ 135 രൂപ മദ്യശാലയിലും 100 രൂപ കഞ്ചാവ് കച്ചവടക്കാരൻ്റെ കയ്യിലും കൊടുത്ത് കൂട്ടുകാരോടൊത്ത് കുടിച്ച് കൂത്താടി എവിടെ വീഴുന്നോ അവിടെ കിടന്നിട്ട് രാത്രി 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ സ്വബോധം വീണ അവസരത്തിൽ എഴുന്നേറ്റ് ഒരു ഓട്ടോറിക്ഷയും പിടിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മകൻ എന്തെങ്കിലും ആഹാരം കൊണ്ടുവന്നിട്ട് മകനോടൊത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരമ്മയായിരിക്കും കണ്ടുമുട്ടുക. ഈ കാലഘട്ടമൊക്കെ ആയപ്പോൾ അമ്മയെ സ്നേഹിക്കുന്നതിൽ നിന്നും അമ്മയെ സംരക്ഷിക്കുന്നതിൽ നിന്നും ചുരുക്കി പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിൽ നിന്ന് പോലും ഈ മകൻ ഒരുപാട് പിന്നോട്ട് പോയി. ഒരു ദിവസം രാത്രി 2 മണിക്ക് മദ്യലഹരിയിൽ അമ്മയുമായി വാക്കേറ്റമുണ്ടായി. ആ വാക്കേറ്റത്തിൻ്റെ അവസാനം അമ്മയെ കൊല്ലാൻ വേണ്ടി ഒരായുധമെടുത്ത് അമ്മയുടെ പെടലിക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ മദ്യലഹരിയിൽ നിന്നിരുന്ന് എന്നെ തള്ളി താഴെയിട്ട് തൊട്ടടുത്ത വീട്ടിൽ ആ രാത്രി തന്നെ അഭയം പ്രാപിച്ച് പ്രഭാതത്തിൽ അവരോട് വണ്ടിക്കൂലിയും വാങ്ങിച്ച് അമ്മ നാട്ടിലേക്ക് തിരിച്ചുപോയി. അമ്മ നാട്ടിലേക്ക് തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ കട്ടപ്പനയിൽ ഒറ്റപ്പെട്ടു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്ക് കട്ടപ്പനയിലേക്ക് കയറാൻ മേലാത്ത ഒരു സാഹചര്യമായി. കാരണം ഞാൻ കട്ടപ്പന മാർക്കറ്റിൽ നിന്ന് പച്ചമീൻ എടുത്ത് തലച്ചുമടെ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ലാഭം കിട്ടുന്നത് മുഴുവൻ കിട്ടുന്ന പണം മുഴുവൻ കഞ്ചാവടിച്ചും മദ്യപിച്ചും തീർക്കുന്നത് കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു വലിയ കടബാധ്യതയായി. എനിക്ക് മീൻ തന്നുകൊണ്ടിരുന്ന മീൻകാർക്ക് അല്പം ഗുണ്ടായിസോ ഒക്കെ ഉള്ളത് കൊണ്ട് ആ കടബാധ്യതയുടെ നടുവിൽ കട്ടപ്പനയിലേക്കുള്ള കയറ്റം നിലച്ചു. ഏതാനും ദിവസങ്ങൾ ടൗണിലേക്ക് എന്നെ കാണാതെ വന്നപ്പോൾ കട്ടപ്പന ടൗണിലുള്ള ഏതാനും സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഈ സാഹചര്യത്തിൽ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവരെന്നെ സഹായിക്കാനായിട്ട് തയ്യാറായി. എൻ്റെ 10 സെൻറ്റ് ഭൂമിയിൽ നിന്നിരുന്ന പകുതി വിളവായ കുരുമുളക് പറിച്ചു മെതിച്ച് അത് തമിഴ്നാട്ടിൽ അച്ചാറിടാനായിട്ട് ശേഖരിക്കുന്ന കുമളിക്കടുത്തൊരു സ്ഥലത്ത് കൊണ്ട് കൊടുത്ത് അതിന് കിട്ടിയ 2400 രൂപയുമായി തമിഴ്നാട് ഗൂഡല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്ന് 2000 രൂപ കൊടുത്ത് 1 കിലോ കഞ്ചാവ് വാങ്ങിച്ച് നെടുങ്ങുന്നത്ത് ഒരു കഞ്ചാവ് കച്ചവടക്കാരന് കൊണ്ട് കൊടുത്തുകൊണ്ട് ഞാൻ കഞ്ചാവ് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഒരു വ്യാപാരിയായിട്ട് മാറി. പക്ഷെ മടക്കയാത്രയിൽ ഏലപ്പാറ, മുണ്ടക്കയം, കുട്ടിക്കാനം തുടങ്ങിയ തെരുവീഥികളിൽ ഇറങ്ങി കൂട്ടുകാരോടൊത്ത് കുടിച്ചു കൂത്താടി എവിടെ വീഴുന്നു അവിടെ കിടന്ന് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് ഹൈറേഞ്ചിലെ സ്വന്തം ദേശത്ത് മടങ്ങിയെത്തുന്ന ഒരവസ്ഥയായി. ഈ ജീവിതം ഒരു 2 മാസം തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന 2 മുറിയുള്ള പെര ചതില് കയറി താഴെ വീണു. ഈ വീട് നന്നാക്കാൻ മാർഗമില്ലാതെ ഒരു വാടകക്കാരെ കണ്ടുപിടിച്ച് അവരോട് 4000 രൂപ സെക്യൂരിറ്റി വാങ്ങിച്ച് ഈ വീട് നന്നാക്കി ഞാൻ 1 വർഷത്തേന് അവർക്ക് വാടകയ്ക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ ഒരു വലിയ പ്രശ്നം ഉദിച്ചു. എനിക്ക് കയറിക്കിടക്കുവാനായിട്ട് സ്ഥലമില്ല. നാട്ടിൽ ചെന്നാൽ ബന്ധുമിത്രാദികളുടെ ആരുടെയും വീട്ടിൽ എന്നെ കയറ്റി കിടത്തത്തില്ല. പോലീസുകാരുടെ ഉപദ്രവം കാരണം കടത്തിണ്ണൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥ, കട്ടപ്പനയിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം, സ്വന്തമായിട്ടുണ്ടായിരുന്ന വീടും സ്ഥലവും താൽക്കാലികമായിട്ടാണെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു. ഈ അവസരത്തിൽ ഇന്ന് ഞാൻ താമസിക്കുന്ന കാഞ്ചിയാർ പള്ളിക്കവലയിൽ കട്ടപ്പനയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരു ഹോട്ടൽ ജീവനക്കാരൻ ഒരു കെട്ടിടം 1 വർഷത്തേന് വാടകയ്ക്കെടുത്ത് ഒരു ചായക്കട നടത്തുകയായിരുന്നു. ഞാൻ ആ ചായക്കടയിലേക്ക് കടന്നു ചെന്ന് 30 രൂപ കൂലിക്ക് പ്ലേറ്റ് കഴുകുന്ന ജോലി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഈ കടയിലേക്ക് പ്രവേശിച്ചു. കയറിക്കിടക്കാൻ ഒരിടവും സമയത്ത് കഴിക്കാൻ ആഹാരവും ലഭിക്കുമെന്നതായിരുന്നു ഏക ആശ്വാസം. എന്നാൽ മനുഷ്യൻ തരുന്ന ആശ്വാസം ഒന്നും ആരുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് ആ ചായക്കട ജീവിത അനുഭവം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞതുപോലെ ഞാൻ ചെന്നതിൻ്റെ 8ാമത്തെ ദിവസം കട പൊട്ടി. കടക്കാരൻ കട ഉപേക്ഷിച്ച് രായ്ക്ക് രാമാനം എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. തുടർന്നൊരു 2 ആഴ്ച കാലത്തോളം ഞാൻ ആ കടയിൽ കിടന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ആ കട മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന കാരണത്താൽ ആ കടയിൽ നിന്ന് എനിക്ക് വെളിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ബസ്സിലൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്ന കരിയോയിലും ഗ്രീസും ഒക്കെ പറ്റി കീറിപ്പറിഞ്ഞ് ഒരു മുണ്ടുമുടുത്ത് ഒരു ഷർട്ടുമിട്ട്
കൈക്കലത്തുണി പോലത്തെ ഒരു തോർത്തം തോളലിട്ട് കയറി ചെല്ലാൻ ഒരിടമില്ലാതെ ജീവിതത്തിൽ സകലത് നഷ്ടപ്പെട്ട് സകലരാലും ഉപേക്ഷിക്കപ്പെട്ട് ഈ കാഞ്ചിയാറ് പള്ളിക്കവലം നടു റോഡിലിറങ്ങി എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ നേരെ മുൻവശത്ത് 3 വശവും മറച്ചു കെട്ടി മുകളിൽ സാംസ്കാരിക നിലയമൊക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടു. ഞാൻ ഈ വെയിറ്റിംഗ് ഷെഡിൽ കയറി അന്തി ഉറങ്ങുവാനായിട്ട് ആരംഭിച്ചു. ഏതാണ്ട് ഒരു 2 മാസക്കാലത്തോളം ഞാൻ ഈ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നു. വെയിറ്റിംഗ് ഷെഡിൽ കിടക്കുന്ന സമയത്ത് പകല് പണിക്ക് പോയാൽ 70 രൂപ കിട്ടും. സന്ധ്യയാകുമ്പോൾ 50 രൂപയുടെ കഞ്ചാവ് വാങ്ങിക്കും, 10 രൂപയുടെ തെറുപ്പീടിയും തീപ്പെട്ടിയൊക്കെ വാങ്ങിക്കും. 10 രൂപ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചിട്ട് ഈ വെയിറ്റിംഗ് ഷെഡിൽ അന്തി ഉറങ്ങും. എന്നാൽ ചെറുപ്പം മുതൽ തന്നെ കൃഷിപ്പണിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്കൊരു ജോലി ലഭിക്കാതായി. ആദ്യ ദിവസങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് ഏതാനും വീടുകളിൽ ചെന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു. പിന്നീട് ഭക്ഷണമില്ലാതായി. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തതുകൊണ്ട് കുളിയില്ല, നനയില്ല, മുടിവെട്ടില്ല, പല്ലുതേരില്ല, ഷേവ് ചെയ്യത്തില്ല. വളരെ ചുരുക്കി പറഞ്ഞാൽ പട്ടാപ്പകല് പരിസരബോധം പോലും മറന്നിരുന്ന് ചിരിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാനസിക രോഗിയുടെ അവസ്ഥയിൽ കാഞ്ചിയാറ് പള്ളിക്കവല വെയിറ്റിംഗ് ഷെഡിൽ അന്തി ഉറങ്ങുന്ന കാലഘട്ടത്തിൽ എപ്പോഴോ സ്വബോധം വീണ ഒരു അവസരത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. ഇങ്ങനെ പോയാൽ പറ്റുവേല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊരാഗ്രഹം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചപ്പോൾ പോട്ടയ്ക്ക് പോകണം, പനക്കിലച്ചനെ കണ്ട് സങ്കടമെല്ലാം പറയണം എന്നൊരു ചിന്തയാണ് കടന്നു വന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. 94 ഞാൻ നെടുങ്കുന്നത്ത് താമസിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് വഴിപ്ലാക്കൽ എന്നും പറഞ്ഞൊരു കത്തോലിക്ക ഭവനമുണ്ടായിരുന്നു. അവിടെ 60 വയസ്സോളം പ്രായമുള്ള ഏലുക്കുട്ടി എന്ന് പറയുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഈ അമ്മച്ചിയുടെ ഭർത്താവ് ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ് ഞാൻ ഈ ബസ്സിലെ ജോലിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഈ വീടുമായിട്ട് എനിക്ക് വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഈ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്. വളരെ സന്തോഷത്തോടെ ഈ അമ്മച്ചി എനിക്ക്, ഏലുക്കുട്ടി അമ്മച്ചി എനിക്ക് ഭക്ഷണം തരാറുണ്ട്. പക്ഷേ എൻ്റെ കുടുംബജീവിതം കൂടെ ഒക്കെ തകർന്ന് 24 മണിക്കൂറും മദ്യലഹരിയിൽ ഞാൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നീട് ഞാൻ ഭക്ഷണം കഴിക്കാനൊക്കെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോകുന്നത് വരെ ഈ അമ്മച്ചി ആവർത്തിച്ച് ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പൊന്നുമോനെ, നീ ഇങ്ങനെ കള്ളനെന്ന പേരും കേൾപ്പിച്ച് പോലീസുകാരുടെയും നാട്ടുകാരുടെയും തല്ലുകൊണ്ട് കണ്ട വണ്ടി മുതലാളികൾക്ക് വേണ്ടി ഇടിയുമുണ്ടാക്കി ഒരു കള്ളനെന്ന പേരും കേൾപ്പിച്ച് നീ ഇങ്ങനെ തെരുവിൽ നശിക്കേണ്ട ഒരു വ്യക്തിയല്ലടാ. നീ പോട്ടയ്ക്ക് പോകണവടാ, പനക്കിളച്ചനെ കാണണവടാ, അച്ഛനോട് നിൻ്റെ സങ്കടമെല്ലാം പറയണവടാ, അച്ഛൻ നിന്നെ അവിടെ നിർത്തുവടാ, അവിടെ പോയി അനേകർ രക്ഷപ്പെടുന്നുണ്ടടാ. ഈ പോട്ടയ്ക്ക് പോയി പനക്കിളച്ചനെ കണ്ട് സങ്കടമെല്ലാം പറഞ്ഞാൽ യേശു നിന്നെ രക്ഷിക്കുവടാ എന്നെല്ലാം ഈ അമ്മച്ചി ഇങ്ങനെ പറയുമായിരുന്നു. യേശുവിലൂടെ രക്ഷപ്പെടണമെന്ന് ഈ അമ്മച്ചി പറയുന്നതിൻ്റെ വിരോധം ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്തും ഒരു നേരത്തെ ആഹാരം തരുന്നതിൻ്റെ നന്ദി മറുഭാഗത്തും വെച്ചുകൊണ്ട് മുൻപോട്ട് പോയെങ്കിൽ ഇന്ന് ഈ സുവിശേഷ വേദിയിൽ നിന്നുകൊണ്ട് വളരെ അഭിമാനത്തോടു കൂടി എനിക്കൊരു കാര്യം പറയുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒളിമങ്ങാത്ത, ഒരുപക്ഷെ എൻ്റെ സുവിശേഷ വേലയിൽ എനിക്ക് വളരെ ശക്തി പകരുന്ന ഒരു പാഠം ഈ അമ്മച്ചിയിലൂടെ ദൈവമായ കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഈ ഏലുക്കുട്ടി എന്ന് പറയുന്ന 60 വയസ്സ് പ്രായമായ സുവിശേഷകയല്ലാത്ത ഒരു സാധാരണ വിശ്വാസിയായ ഈ വീട്ടമ്മയിലൂടെ ദൈവമായ കർത്താവ് എന്നെ പഠിപ്പിച്ച് ഒരിക്കൽ ഒളിമങ്ങാത്ത പാഠം, ഒരു സുവിശേഷകൻ പരാജയപ്പെട്ടാലും സുവിശേഷം ഒരിക്കലും പരാജയപ്പെടത്തില്ല. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാമോ? ഒരുപക്ഷെ നമ്മളോട് വചനം പറഞ്ഞ് നമ്മളെ ഉപദേശിച്ച് ഒരു സുവിശേഷകൻ, ഒരു ശുശ്രൂഷകൻ പരാജയപ്പെട്ടേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടത്തില്ല. യെശയ്യാ 55:10 വചനം പറയുന്നുണ്ട്, മഞ്ഞും മഴയും ആകാശത്ത് നിന്ന് കടന്നു വന്ന് ഭൂമിയിൽ ഭക്ഷിക്കാൻ ധാന്യങ്ങളും വിതയ്ക്കാൻ വിത്തും ഉൽപ്പാദിപ്പിക്കുന്നത് പോലെയാണ് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും. അത് ഫലരഹിതമായി മടങ്ങുകയില്ല. ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം അത് നിർവഹിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുക. റോമാലേഖനം 9-ാം അധ്യായം 6-ാം തിരുവചനത്തിലും പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ കാണുന്നത് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം. യേശുവിൻ്റെ ഭാഗത്ത് നിന്ന്, നന്മയുടെ ഭാഗത്ത് നിന്ന് ഒരു ധ്യാനം പോയി കൂടിയാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുമെന്നൊരു വ്യക്തിയോട് പറഞ്ഞാൽ അതുപോലും ദൈവവചനമാണ്. അപ്പം പ്രായാധിക്യത 10, 90, 100 വയസ്സായ സുവിശേഷകയല്ലാത്ത, മൈക്കൊന്നും വേണ്ടാത്ത ഒരു വ്യക്തിക്കും സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയോട് മോനെ നീ പോയി ഒരു ധ്യാനം കൂടിയാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അതുപോലും ഒരു സുവിശേഷ പ്രസംഗമാണ്. ആ വചനം പോലും കേൾക്കുന്ന ഒരു വ്യക്തിയിൽ മാംസം ധരിച്ച് എന്നെങ്കിലും ഒരിക്കൽ ജീവൻ പ്രാപിക്കും. അപ്പോൾ 94 ഈ അമ്മച്ചി പറഞ്ഞ ഒരു വചനം
പോട്ടയ്ക്ക് പോയി പനക്കിലച്ചനെ കണ്ട് സങ്കടമെല്ലാം പറഞ്ഞാൽ യേശു നിന്നെ രക്ഷിക്കുമെന്ന് ഈ അമ്മച്ചി പറഞ്ഞൊരു വചനം 4.5 വർഷക്കാലം ഗോതമ്പ് മണി ചെളിക്കകത്ത് കിടക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ കിടന്നു. 4.5 വർഷങ്ങൾക്ക് ശേഷം സകലരാലും ഉപേക്ഷിക്കപ്പെട്ട് സകലതും നഷ്ടപ്പെട്ട് ഒരുപക്ഷെ ധൂർത്തപുത്രൻ പന്നിയുടെ തട്ട് കിട്ടി പന്നിക്കുഴിയിൽ കിടന്ന ഒരവസ്ഥയിൽ ഈ കാഞ്ചിയാർ പള്ളിക്കവല വെയിറ്റിംഗ് ഷെഡിൽ കിടന്നപ്പോൾ രക്ഷപ്പെടണമെന്നൊരാഗ്രഹമുണ്ടായപ്പോൾ ഈ വചനം, ഈ അമ്മച്ചി പറഞ്ഞ വചനം എന്നിൽ മാംസം ധരിച്ചു. അങ്ങനെ ഈ അമ്മച്ചി പറഞ്ഞ ഒരൊറ്റ വാക്ക് 1998 ജൂലൈ മാസം 16-ാം തീയതി മുതൽ ഇടുക്കി, വയനാട്, ആലപ്പുഴ ജില്ലകളിൽ കർഷക ആത്മഹത്യ പെരുകിയ ഒരു കാലഘട്ടത്തിൽ ഈ 3 ജില്ലകളിലെ അക്രൈസ്തവരായ കർഷകരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുവാൻ ഡിവൈൻ ധ്യാന കേന്ദ്രം ഫീസ് ഇല്ലാതെ സൗജന്യമായി ഒരുക്കിയ ഒരു ധ്യാനത്തിന് എന്നെ കൊണ്ടെത്തിച്ചു. 43,850 പരം മലയാളികളുടെ നടുവിലിരുന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടു. കേട്ട കാര്യങ്ങളോ പ്രസംഗിച്ച വിഷയങ്ങളോ ഒന്നും ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ധ്യാനം അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം ദിവ്യകാരുണ്യ ആന്തരിക സൗഖ്യ ആരാധനാ മധ്യയെ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു: മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുക, നിങ്ങൾക്ക് അതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തതും പ്രകാരം 8,000-ലധികം പുരുഷന്മാരും 150-ലധികം സ്ത്രീകളും മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിക്കാനുള്ള അതിയായ ആഗ്രഹത്തോടെ എഴുന്നേറ്റ് നിന്നപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ ഞാനും ദൈവസന്നിധിയിൽ എഴുന്നേറ്റു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിൽ പനക്കലച്ചനൊരു വചനം പറഞ്ഞു. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനം. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: മദ്യപിച്ച് മത്ത് പിടിച്ച് മതോന്മത്തനായി മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരും. മദ്യപിച്ച് മത്ത് പിടിച്ച് മതോന്മത്തനായി മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരും എന്ന തിരുവചനം ഞാൻ കേൾക്കുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്: ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അങ്ങനെ ഒരു ജീവിതത്തിലൂടെ ദുരിതം അനുഭവിച്ച് മദ്യപിച്ച് മത്ത് പിടിച്ച് മതോന്മത്തനായി മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരുമെന്ന് ഞാൻ കേൾക്കുമ്പോൾ ആ കീറത്തുണി ഉടുത്തുകൊണ്ടിരുന്ന എന്നിൽ ആ വചനം ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ ആ ഒരൊറ്റ വചനത്തിലൂടെ 19 വർഷത്തെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തിയിൽ നിന്ന് ദൈവമായ കർത്താവ് എനിക്ക് പരിപൂർണമായ ഒരു വിടുതൽ നൽകി. ആ ഒരു സൗഖ്യ അനുഭവത്തിലൂടെ, ആ ഒരു വിടുതലിലൂടെ ഞാൻ വീണ്ടും രണ്ടാമത് അവിടെ ഒരു ധ്യാനം കൂടെ കൂടി. ആ ധ്യാനം കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ ഒരു വലിയ ബാനർ കണ്ടു: ഡിവൈൻ ബൈബിൾ കോളേജ്. വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അക്രൈസ്തവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഡിവൈൻ ധ്യാന കേന്ദ്രം ഒരുക്കിയ ഒരു സംരംഭം ഡിവൈൻ ബൈബിൾ കോളേജ്. ആ ബൈബിൾ കോളേജിൻ്റെ 4ാമത്തെ ബാച്ചിലേക്ക് ഞാൻ കടന്നു ചെന്നു. 1,500 രൂപ ഫീസായിരുന്നു. 1,500 രൂപ ഫീസ് ഇളവ് ചെയ്തു തന്നുകൊണ്ട് പനക്കലച്ചൻ എനിക്കൊരു അഡ്മിഷൻ നൽകി. POC ബൈബിൾ കോളേജ് എന്നൊക്കെ പറയുന്നെങ്കിലും ദൈവാനുഭവ ജീവിതത്തിൻ്റെ നിലത്തെഴുത്ത് പഠിപ്പിക്കുന്ന, ആദ്യാക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കളരി എന്നതിനെ വിശേഷിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കളരിയുടെ ആശാൻ POC ബൈബിളിൻ്റെ ചീഫ് എഡിറ്റോറിയൽ ബോർഡിലെ മൂവരിൽ ഒരാളായ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റമച്ചനായിരുന്നു. കാര്യമറ്റമച്ചൻ്റെ അതരത്തിലൂടെ അടർന്നു വീണ വാക്കുകളിലൂടെയും, ചുരുക്കി പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു തലോടലിലൂടെയും അച്ഛൻ്റെ ഒരു പുഞ്ചിരിയിലൂടെ പോലും ദൈവാനുഭവ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചപ്പോൾ അടിസ്ഥാനപരമായി ഞാൻ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, ഈ രക്ഷയിലേക്ക് എന്നെ കരം പിടിച്ചുയർത്തിയിരിക്കുന്ന ദൈവം സ്നേഹമാണ് എന്നൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അനാഥർക്കും നിരാലംബർക്കും പിതാവായിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ പേര് സ്നേഹമാണ് എന്നൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അപ്പനിലൂടെ, അമ്മയിലൂടെ, സഹോദരങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിൽ ആരെല്ലാം എനിക്ക് സ്നേഹം നിഷേധിച്ചോ അവരിലൂടെയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തയ്യാറായാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ സ്നേഹം മുഴുവൻ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ, അല്ലെങ്കിൽ ഇരട്ടി പങ്കിൽ എന്നെ നിറയ്ക്കാൻ ശക്തനായ, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, തള്ളിക്കളയാത്ത ഒരപ്പൻ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ആ അപ്പൻ്റെ മകനായി ജീവിക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ടായി. അപ്പോൾ ഞാൻ 2ാമത്തെ രഹസ്യം മനസ്സിലാക്കി. ആ അപ്പൻ്റെ മകനായി ജീവിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും നിരുപാധികം ക്ഷമിച്ച് അവരൊക്കെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു സത്യം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ എന്നെ വേദനിപ്പിച്ചവരുണ്ടോ അവരോടെല്ലാം ക്ഷമിച്ച് അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന ഒരു കൊച്ചു ചാപ്പലിലെ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിലിരുന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. വളരെ വേദനാജനകമായ ഒരു അനുഭവമായിരുന്നെങ്കിലും ഞാൻ അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചു. കാരണം അവർ മൂലമാണല്ലോ എനിക്കെൻ്റെ യേശുവിനെ അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചതിൻ്റെ 5ാമത്തെ ആഴ്ചയിൽ ദൈവാനുഭവ ജീവിതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ എനിക്ക് പകർന്നു തന്ന ആദരണീയനായ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റമച്ചൻ്റെ കരങ്ങളിലൂടെ തന്നെ എൻ്റെ യേശുവിനെ ഞാൻ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു.
എൻ്റെ യേശുവിനെ ഞാൻ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ താൻ തിരഞ്ഞെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും യേശു ഒരു പുതിയ നാമം നൽകാറുള്ളത് പോലെ എൻ്റെ കർത്താവായ യേശു എനിക്കും ഒരു പുതിയ നാമം നൽകി. ഞാൻ ഒരു തോമസ് ആയിട്ട് മാറി. തോമസ് ഡിവൈൻ ബൈബിൾ കോളേജ് വിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ ഡിവൈൻ ബൈബിൾ കോളേജ് വിട്ട് ഓടി കറകച്ചാലിൽ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വളരെയേറെ വേദനയോടെ, ചേട്ടൻ്റെ വീട് മൂലമുള്ള വേദനയല്ല, എന്നെ പ്രതിയുള്ള വേദനയോടെ സങ്കടത്തോടെ കഴിഞ്ഞുകൂടിയ എൻ്റെ അമ്മയുടെ അരികിലേക്ക് ഞാൻ കടന്നു ചെന്നു. അപ്പോൾ ഒരു ശകലം പൊക്കപ്പുറത്താണ് ആ വീട്. വളരെ ദൂരെ വെച്ച് തന്നെ ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്ന കാഴ്ച ചേട്ടൻ്റെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് വീടിൻ്റെ മുറ്റത്ത് നിന്ന് അമ്മ കണ്ടു. എന്നെ കണ്ടത് എന്നോടുള്ള സങ്കടവും ദേഷ്യവും അരിശവും എല്ലാം മൂലം അമ്മയുടെ മുഖമൊക്കെ ചുമന്ന് തുടുത്ത് അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് അരിശപ്പെട്ട് അമ്മ ഇങ്ങനെ വിറയ്ക്കുന്ന തലയൊക്കെ ഒന്നുകൂടെ വിറപ്പിച്ച് അമ്മ ഈ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ നേരെ ഈ മുറ്റത്തേക്ക് കടന്നു ചെന്നു. അമ്മയുടെ മുഖത്ത് നോക്കാനോ ക്ഷേമം അന്വേഷിക്കാനോ എന്നുള്ള ഒരു ശക്തി എനിക്കില്ലായിരുന്നെങ്കിലും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ജീവാത്മാവിൻ്റെ ശക്തി നൽകിയ പ്രേരണയാൽ അമ്മ നിന്നിരുന്ന ആ മുറ്റത്ത് ആ മണലാരണ്യത്തിൽ മുട്ടുകുത്തി അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയോട് ഞാൻ ഏതെല്ലാം രീതിയിൽ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ എണ്ണി 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 മാപ്പി ഒതുക്കുവാനായിട്ട് ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ നിലവിട്ട് കരയുവാനായിട്ട് ആരംഭിച്ചു. എൻ്റെ കണ്ണുനീര് അമ്മയുടെ കാൽപാദത്തിങ്കിലേക്ക് വീഴുകയാണ്. എൻ്റെ അനുതാപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ കണ്ണുനീര് എൻ്റെ അമ്മയുടെ കാൽപാദത്തിങ്കൽ വീണപ്പോൾ എൻ്റെ അമ്മയിൽ ഒരു വചനം മാംസം ധരിച്ചു. റോമാലേഖനം 12-ാം അധ്യായം 20-ാം തിരുവചനവും സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 21-22 തിരുവചനവും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുക: നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, അതുവഴി നീ അവൻ്റെ ശിരസിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. നമ്മൾ ആരോട് ക്ഷമ ചോദിക്കുന്നുവോ, ആരോട് നമ്മൾ ക്ഷമിക്കുന്നുവോ, ആ വ്യക്തിയുടെ ശിരസിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. ഈ വചനം എൻ്റെ അമ്മയിൽ മാംസം ധരിച്ചു. അത് അമ്മയുടെ ശിരസിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടി. അമ്മയും കരയുവാനായിട്ട് ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എൻ്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രം വിട്ട് ഞാൻ ഏത് ലക്ഷ്യത്തോടുകൂടി ഇറങ്ങി തിരിച്ചോ ആ ലക്ഷ്യം എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ അമ്മ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞ ഒരു വാക്കിതാണ്: മോനെ, നിന്നെ ഇത്രയേറെ മാറ്റി ആ സ്ഥലത്ത് എനിക്ക് ഒന്ന് പോകണവിടാ, എന്നെ അവിടെ കൊണ്ടുപോകാമോ എന്ന് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ അമ്മയും കൂട്ടി കട്ടപ്പനയിലേക്ക് വണ്ടി കയറി. എന്നെ കട്ടപ്പനയിൽ നിന്ന് ഡിവൈനിലേക്ക് ധ്യാനത്തിന് കൊണ്ടുപോയ ശുശ്രൂഷകൻ ഒരു ഉണ്ണിച്ചട്ടനാണ്. ആ ഉണ്ണിച്ചട്ടൻ്റെ കരങ്ങളിൽ കൊണ്ട് എൻ്റെ അമ്മയെ കൊടുത്തിട്ട് പറഞ്ഞു: ഉണ്ണിച്ചട്ട, എൻ്റെ കരങ്ങളിൽ 5 പൈസ പോലും ഇല്ല, അമ്മയെ ധ്യാനത്തിന് കൊണ്ടുപോകണം. ഉണ്ണിച്ചട്ടൻ അമ്മയെ മറുപടി ചേർത്തുകൊണ്ട് പറഞ്ഞു: മോനെ, ഇത് എൻ്റെയും കൂടി അമ്മച്ചിയാടാ, ഞാൻ അമ്മച്ചിയെ ധ്യാനത്തിന് കൊണ്ടുവെക്കളാം, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അങ്ങനെ ഉണ്ണിച്ചട്ടൻ്റെ സഹായത്തോടെ അമ്മ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി. 2 ആഴ്ച താമസിച്ച് അമ്മ ധ്യാനം കൂടി. ധ്യാനം അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം ആന്തരിക സൗഖ്യ ദിവ്യകാരുണ്യ ആരാധനാ മധ്യേ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ വിളിച്ചു പറഞ്ഞു: കൊല്ലാൻ ശ്രമിച്ച ഒരു മകനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഒരമ്മയോട് കർത്താവ് ആവശ്യപ്പെടുന്നു. എൻ്റെ അമ്മ പിന്നീട് ഒരിക്കലും എന്നോട് പറഞ്ഞു: മോനെ, എനിക്ക് നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുമായിരുന്നില്ല. അമ്മ എന്നോട് പറഞ്ഞ വാക്ക്: തന്ത ഇട്ടിട്ട് പോയിട്ടും വല്ലവൻ്റെയും അടിയും ഇടിയും കൊണ്ട് ആട്ടും തുപ്പുമേറ്റ് തെണ്ടി തിന്ന് വളർത്തിയിട്ടും നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചതിൽ എനിക്ക് നിന്നോട് അടങ്ങാത്ത വിരോധമുണ്ടായിരുന്നു. അതിനുശേഷം ഏതെങ്കിലും രീതിയിൽ ഞാൻ മരിക്കാൻ വേണ്ടി ഓരോ സമയവും എന്നെ ശപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മരണം കാത്ത് പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുന്ന ഒരു അമ്മ എൻ്റെ അമ്മേനോട് പറഞ്ഞു: അതിനുശേഷം നിന്നെ ശപിക്കാത്ത ഒരു നിമിഷം പോലും, നിൻ്റെ മരണം ആഗ്രഹിക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ. എന്നാൽ എൻ്റെ മേലും എൻ്റെ അമ്മയുടെ മേലും സ്വർഗത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കാൻ എപ്പോൾ തീരുമാനമെടുക്കുന്നോ അതുവരെ എൻ്റെ ഒരു 6-7 പ്രാവശ്യം പനക്കലച്ചൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: കൊല്ലാൻ ശ്രമിച്ച ഒരു മകനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഒരമ്മയോട് കർത്താവ് ആവശ്യപ്പെടുന്നു. യേശു ദൈവമാണെന്നുള്ള തിരിച്ചറിവില്ലാത്ത ഒരു പാവപ്പെട്ട അമ്മ, അതിനേക്കാൾ ഉപരിയായി ഈ ഗോതമ്പപ്പത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സാധു സ്ത്രീ ഈ ഗോതമ്പപ്പത്തിൽ വാഴുന്ന ഈ യേശുവിലേക്ക് നോക്കി, പ്രിയപ്പെട്ടവരെ, തൻ്റെ ഉള്ളിലുള്ള വേദനയും സങ്കടവുമെല്ലാം പുറത്തേക്ക് ഇറക്കി, എൻ്റെ മോനോട് ഞാൻ ക്ഷമിക്കുന്നു, അവനെ അനുഗ്രഹിക്കണമേ എന്നൊരു നിലവിളി പൂർത്തീകരിക്കാനാകാതെ ബോധരഹിതയായി വീഴുകയും ശുശ്രൂഷകർ വിശ്രമ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തെന്നാണ് അമ്മയുടെ കൂടെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞത്. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന യേശുവിലേക്ക് നോക്കി എൻ്റെ മോനോട് ഞാൻ ക്ഷമിക്കുന്നു, അവനെ അനുഗ്രഹിക്കണമേ എന്ന് നിലവിളിച്ച, എന്നോട് കൊല്ലാൻ ശ്രമിച്ച ഈ മകനോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ച മാത്രയിൽ അതേ സെക്കൻഡിൽ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അത് 8000-ലധികം ആൾക്കാരെ തട്ടിമാറ്റിക്കൊണ്ട് അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് ഒരിക്കലും സൗഖ്യം പ്രാപിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ, അമ്മ നടന്നു പോകുമ്പോൾ അമ്മ പോലും അറിയാതെ പഴുപ്പ് പുറത്തേക്ക് ഒഴുകുന്ന ആ അൾസർ രോഗത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വരണ്ട നിലം പോലെ ദൈവമായ കർത്താവ് സൗഖ്യപ്പെടുത്തി. ആ ഒരു സൗഖ്യ അനുഭവത്തിലൂടെ
എൻ്റെ അമ്മ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്നു. 72-ാമത്തെ വയസ്സിൽ എൻ്റെ യേശുവിനെ അമ്മ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്കും ദൈവമായ കർത്താവ് ഒരു പുതിയ നാമം നൽകി, ഒരു അന്നമ്മയായിട്ട് മാറി. അന്നമ്മ 8 വർഷക്കാലത്തെ ക്രൈസ്തവ ജീവിതം നയിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ അമ്മ നന്നായിട്ട് ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മാറ്റത്തിൻ്റെ സമയം വരെ എൻ്റെ അകൃത്യങ്ങളെ പ്രതി എൻ്റെ അമ്മ കരഞ്ഞെങ്കിൽ, പിന്നീട് ക്രൈസ്തവ ജീവിതത്തിൽ ജീവിച്ചിരുന്ന 8 വർഷക്കാലം എൻ്റെ അമ്മ കരയുന്നതാണ് കണ്ടത്. ഓരോ ദിവസവും ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ അമ്മ ജപമാലയും കരങ്ങളിൽ പിടിച്ചുകൊണ്ട് കരയുന്ന കാഴ്ച ഞാൻ കണ്ടു. അന്ന് അമ്മ കരഞ്ഞത് ഇന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിയാണ്. രാജൻ എന്തെങ്കിലും ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുൻപും ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷവും രാജന് എന്തെങ്കിലും യോഗ്യതയുള്ളത് കൊണ്ടല്ല രാജൻ ഒരു സുവിശേഷകനായി നിങ്ങളെപ്പോലെയുള്ള എന്നേക്കാൾ 100 കണക്കിന് നല്ലവരായ വിശ്വാസികളായ നിങ്ങളെപ്പോലെയുള്ളവരുടെ മുൻപിൽ ഒരു സുവിശേഷകനായി, ഒരു സാക്ഷ്യമായി സ്വർഗം എന്നെ നിലനിർത്തുന്നെങ്കിൽ അതിൻ്റെ ആ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് ഒരു അമ്മയുടെ 26 വർഷക്കാലത്തെ കണ്ണുനീരിന് സ്വർഗം കൊടുത്ത പ്രതിഫലമാണ്. ഹന്നായുടെ കണ്ണുനീരിന് സാമുവേലിനെ മകനായി നൽകിയതുപോലെ ഒരു പാവപ്പെട്ട അമ്മയുടെ കണ്ണുനീരിന്, നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ എൻ്റെ ഗ്രന്ഥത്തിലുണ്ടല്ലോ എന്ന് വാഗ്ദാനം ചെയ്ത യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ ആ തമ്പുരാൻ്റെ ആ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ആ കരുണ ആ അമ്മയുടെ കണ്ണുനീരിന് കൊടുത്ത പ്രതിഫലമാണ് രാജൻ കാഞ്ചിയാർ എന്ന് പറയുന്ന വചനപ്രഘോഷകൻ. അങ്ങനെ 8 വർഷക്കാലത്തെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒടുവിൽ 9 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന 8 നോയമ്പിൻ്റെ 5-ാമത്തെ നോയമ്പിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അവസാനമായി ഞാൻ പകർന്നു കൊടുത്ത വെള്ളം കൂടെ ഇറക്കി, മതിമോനെ എന്ന അർത്ഥത്തിൽ എൻ്റെ മുഖത്ത് നോക്കിയെന്ന് മൂളി, പാതിയടഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കിയെന്ന് ചിരിച്ചു കാണിച്ചു. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഞാൻ ഓർത്തു, 8 വർഷക്കാലം ഒരു കൈക്കുഞ്ഞിനെ നോക്കുന്നത് പോലെ ഞാൻ എൻ്റെ അമ്മയെ നോക്കി. അവസാനം കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അമ്മയെ നോക്കാൻ നിൽക്കുമ്പോൾ ബാത്റൂമിലൊക്കെ പോയാൽ അമ്മയ്ക്ക് തനിയെ കഴുകാൻ ശേഷിയില്ലാതിരുന്ന ഒരു കാലഘട്ട സമയത്ത് ആ ബാത്റൂമിലേക്ക് കടന്നു ചെന്നൊരു കൊച്ചു കുഞ്ഞിനെ എന്നതുപോലെ അമ്മയെ കഴിച്ചു കൊടുക്കാൻ വരെയുള്ള ഒരു കൃപ സ്വർഗം എനിക്ക് നൽകി. രാജൻ ചെയ്ത ഒരു വലിയ കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, പക്ഷെ അങ്ങനെ വരെ ചെയ്ത നന്മകൾക്ക് മരണസമയത്ത് നന്ദി സൂചകമായി എൻ്റെ അമ്മ എന്നെ നോക്കി ചിരിച്ചതാണെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ അവിടെയും രാജന് തെറ്റുപറ്റി. എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ പിന്നീട് എന്നോട് പറഞ്ഞതെന്ന്, മോനെ അത് നിന്നെ നോക്കി ചിരിച്ചതല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സമയമെന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് ജീവൻ വേർപിരിയുന്ന സമയമാണ്, മരണസമയമാണ്. ആ മരണസമയത്ത് ചിരിക്കണമെങ്കിൽ അത് സ്തേബാനോസിനെ പോലെ സ്വർഗീയ ദർശനം കണ്ടതുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയും മാലാഖമാരും ദൂതന്മാരും ഒക്കെ തൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ കടന്നു വരുന്ന ആ സ്വർഗീയ ദർശനം നിൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് കൊണ്ടാണ് ആ വേദനയുടെ നടുവിൽ ചിരിച്ചുകൊണ്ട് മരിക്കാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് സാധിച്ചതെന്ന് എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞു തന്നപ്പോൾ എൻ്റെ അമ്മയുടെ മരണത്തിലൂടെ ദൈവമായ കർത്താവ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. അമ്മയുടെ മരണത്തിലൂടെ കർത്താവ് എന്നെ പഠിപ്പിച്ച പാഠം, ക്ഷമിച്ചു പ്രാർത്ഥിച്ചാൽ ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള കൃപ ദൈവമായ കർത്താവ് തരും. ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരിക്കാനുള്ള ഒരു കൃപ ദൈവമായ കർത്താവ് തരും. അങ്ങനെ 99 അങ്ങനെ എൻ്റെ അമ്മ എന്നെ വിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. 99 ആരംഭം മുതൽ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആത്മീയ നേതൃത്വത്തിലുള്ള സുവിശേഷ മുന്നണിയുടെ പീരുമേട് താലൂക്കിൻ്റെ കോർഡിനേറ്ററായി ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ കടന്നു വന്ന സാഹചര്യത്തിൽ എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്കൊരു വിവാഹം ആലോചിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഉപേക്ഷിക്കപ്പെട്ടു പോയ ഭാര്യയെക്കുറിച്ച് കൂട്ടുകാരുമായി പങ്കുവെച്ചു. 2-3 കൂട്ടുകാരെയും കൂടെ കൂട്ടി ഉപേക്ഷിക്കപ്പെട്ടു പോയ ഭാര്യയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ ക്ഷമ ചോദിച്ച് കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണ് കടന്നു ചെന്നത്. പക്ഷെ ഞങ്ങളങ്ങനെ കടന്നു ചെല്ലുന്ന സാഹചര്യത്തിൽ അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിച്ച് വളരെ സന്തോഷകരമായ സമാധാനപൂർണ്ണമായ ഒരു കുടുംബജീവിതം അവൾ നയിക്കുന്ന കാഴ്ച കണ്ടു. തുടർന്ന് ഞാൻ ഇന്ന് താമസിക്കുന്ന കാഞ്ചിയാറ് പള്ളിക്കവലയിൽ ഞാൻ മടങ്ങിയെത്തി. ഇടുക്കി രൂപതയിലെ പേഴുങ്കണ്ടം ഇടവകയിൽ നിന്ന് എൻ്റെ കഴിഞ്ഞകാല ജീവിതവും പുതിയ ജീവിതവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കത്തോലിക്ക സഭയിൽ തന്നെ പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി തയ്യാറായി. റെജീന എന്നാണ് അവളുടെ പേര്. മാമോദീസ പേര് ഏലിയാമ്മ എന്നാണ്, റെജീന എന്നാണ് വിളിക്കപ്പെടുക. അങ്ങനെ 1999 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്നു. അതൊരു കുദാശയായി ആശീർവദിക്കപ്പെട്ടു. തുടർന്നുള്ള ഞങ്ങളുടെ കൗദാശിക വിശ്വാസ കുടുംബജീവിതത്തിൽ 7 കുഞ്ഞുങ്ങളെ നൽകി ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചു.
അതിൽ ഒരു കുഞ്ഞ് 2 മാസം ഉദരാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് തനിയെ അബോർഷനായി ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. സ്വർഗത്തിലെ അൾത്താരയിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ കുഞ്ഞ് 2 മാസം പ്രായമായ ആ കുഞ്ഞ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന 6 കുഞ്ഞുങ്ങളെ ദൈവമായ കർത്താവ് നൽകി. മൂത്ത കുഞ്ഞ് +1 പഠിക്കുന്നു, അവന് സേവ്യർ എന്ന പേര് നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവന് സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിൽ സെബാസ്റ്റ്യൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു വൈദികൻ ആയി മാറണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ഇന്ന് പെഴുങ്കണ്ടം ഇടവകയിലെ അൾത്താര ശുശ്രൂഷകനായിട്ട് അവൻ ദൈവവേല ചെയ്യുന്നു. അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്. അവൾക്ക് സകല മാലാഖമാരുടെയും നാമധേയത്തിൽ ഏഞ്ചൽ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. ചെറുപ്പം മുതൽ തന്നെ ഒരു കന്യാസ്ത്രീയായി മാറി ദൈവത്തിന് വേണ്ടി വേല ചെയ്യണമെന്നാണ് അവളുടെ ആഗ്രഹം. അവളുടെ ആഗ്രഹം ദൃഢതയുള്ളതാണെങ്കിൽ അതിനുള്ള പ്രായമാകുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു സന്യാസ ഭവനത്തിൽ അവളെ ഒരു സമർപ്പിതയായി സമർപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ കുടുംബവും ആഗ്രഹിക്കുകയാണ്. നാലാമത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. അവന് കുട്ടികളുടെ ഏറ്റവും വലിയ വിശുദ്ധനായ ഡൊമിനിക് സാവിയോയുടെ നാമധേയത്തിൽ സാവിയോ എന്ന പേര് കൊടുത്തിരിക്കുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. അവന് സെൻറ്റ് ജോസഫിൻ്റെ നാമധേയത്തിൽ സാൻജോ എന്ന പേര് കൊടുത്തിരിക്കുന്നു. 6ാമത് ഫ്രാൻസിസ് അസിസിയുടെ തിരുനാളിൻ്റെ അന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ലഭിച്ച ഒരു കുഞ്ഞുണ്ട്. 3 വയസ്സ് പ്രായമായ ഒരു മകളുണ്ട്. അവൾക്ക് അസിസിയുമായി ബന്ധപ്പെടുത്തി ക്ലാര എന്ന പേര് കൊടുത്തിരിക്കുന്നു. എൻ്റെ വിശ്വാസ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യവും ജീവിച്ചിരിക്കുന്ന ഈ 6 കുഞ്ഞുങ്ങളാണ്. സങ്കീർത്തനം 127ൻ്റെ 3 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിങ്കിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരില്ല. ആരുടെയും മുമ്പിൽ ലജ്ജിക്കാതെ ഒരു പിതാവെന്ന നിലയിൽ ശിരസ്സുയർത്തി നിൽക്കുവാൻ തക്കവിധം 6 കുഞ്ഞുങ്ങളെ നൽകി, 6 സമൂഹത്തെ നൽകി ദൈവമായ കർത്താവ് എൻ്റെ മക്കളുടെ മേഖലയെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. വീണ്ടും 128ാം സങ്കീർത്തനത്തിൽ വചനം പറയുന്നു, നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുമാണ്. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു കാരണം എൻ്റെ അമ്മയുടെ കണ്ണുനീരാണെങ്കിൽ അതിൻ്റെ മറുവശം എൻ്റെ ജീവിത പങ്കാളിയുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും സങ്കടങ്ങളുമാണ്. ഈ 6 കുഞ്ഞുങ്ങളെ നോക്കി 5 കുഞ്ഞുങ്ങളെ സ്കൂളിലും അയച്ചിട്ട് എൻ്റെ ജീവിത പങ്കാളി രാവിലെ 8:15 തൊട്ടടുത്ത ഏലക്കാടുകളിൽ പണിക്ക് പോകും. ഈ 6 ഒരു കുഞ്ഞിനെ നോക്കി ഒരു വീട്ടിലെ കാര്യം 2-3 അംഗങ്ങളുള്ള ഒരു വീട്ടിലെ കാര്യം നേരെ ചൊവ്വേ നടത്താൻ സാധിക്കാതെ നിങ്ങളൊക്കെ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുമ്പോൾ ഈ 6 കുഞ്ഞുങ്ങളുടെ സകല കാര്യങ്ങളും നോക്കി 5 സ്കൂളിലും അയച്ച് അതിൻ്റെ പുറത്ത് 5-6 ആടുണ്ട്, അതുങ്ങളുടെയും വായടച്ച് ഈ 8:15 കൂലിപ്പണിയും കൂടെ ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്താനും ഇതുപോലെ വിദൂരങ്ങളിൽ വന്ന് ശുശ്രൂഷ ചെയ്യാനും എന്നെ സഹായിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും എത്രമാത്രം വലുതാണെന്ന് 16 വർഷക്കാലമായി ഒരുമിച്ച് ജീവിക്കുന്ന എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. എങ്കിലും എൻ്റെ ജീവിത പങ്കാളിയുടെ കണ്ണുനീരും ഒരു മുന്തിരി വള്ളി പോലെ, ഫലസമൃദ്ധമായ ഒരു മുന്തിരി വള്ളി പോലെ എൻ്റെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, എൻ്റെ കുടുംബജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും സങ്കടങ്ങളും കണ്ണുനീരുമാണ് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ മറുവശം എന്ന് പറയുക. ഒരമ്മയുടെയും ഒരു ജീവിത പങ്കാളിയുടെയും കണ്ണുനീര്, കഷ്ടപ്പാടുകൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് രാജൻ കാഞ്ചിയാർ എന്ന് പറയുന്ന ഒരു വചനപ്രഘോഷകൻ നിലനിൽക്കുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നുണ്ട്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒരു സിംഹക്കുട്ടിക്ക് ഭക്ഷണം ലഭിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്. അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അസാധ്യമായ ഒരു കാര്യമാണ്. ഒരു സിംഹക്കുട്ടിക്ക് കൃത്യമായിട്ടും ഭക്ഷണം കിട്ടിയിരിക്കും. മറ്റ് മൃഗങ്ങൾ പോലും വേട്ടയാടി അതിന് കൊണ്ട് കൊടുക്കും. അങ്ങനെയുള്ള ഒരു സിംഹക്കുട്ടി ഇര കിട്ടാതെ വിശന്നു വലഞ്ഞാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ലെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഞാൻ ശുശ്രൂഷയുള്ള സമയത്ത് ശുശ്രൂഷ ചെയ്യും, അല്ലാത്ത സമയത്ത് എനിക്കൊരു ഓട്ടോറിക്ഷയുണ്ട്. ആ ഓട്ടോറിക്ഷ ഓടിച്ച് പണം ശേഖരിക്കും. എൻ്റെ ജീവിത പങ്കാളി കൂലിപ്പണിക്ക് പോകും. അങ്ങനെ ഞാനും എൻ്റെ ജീവിത പങ്കാളി, ഞാൻ ഓട്ടോ ഓടിച്ചു, എൻ്റെ ജീവിത പങ്കാളി കൂലിപ്പണി ചെയ്തും കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ 6 കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ഭക്ഷണം കൊടുക്കുന്നതും അവർക്ക് വസ്ത്രം കൊടുക്കുന്നതും അവരുടെ പഠന ചെലവിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതെല്ലാം ഇങ്ങനെ കൂലിപ്പണി ചെയ്തും ഓട്ടോ ഓടിച്ചും കിട്ടുന്ന പൈസയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ 6 കുഞ്ഞുങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ
കൂലിപ്പണിക്കാരായ മാതാപിതാക്കളായ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് വരെ അവരുടെ ആഹാരത്തിൻ്റെ പേരിലോ വസ്ത്രത്തിൻ്റെ പേരിലോ പഠനത്തിൻ്റെ പേരിലോ ഒരു കുറവും കൂടാതെ തക്ക സമയത്ത് സഹായിക്കാൻ നിരവധി സുഹൃത്തുക്കളെ, വിവാഹ അവസരത്തിൽ അങ്ങനെ ഒരു ആശീർവാദമുണ്ട്. നിങ്ങളുടെ ആവശ്യ നേരങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ നല്ല സ്നേഹിതരെ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പുരോഹിതൻ്റെ ഒരു ആശീർവാദമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആ ആശീർവാദം മാംസം ധരിച്ചു. എൻ്റെ ജീവിതത്തിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഞെരുക്കങ്ങളുടെയും കഷ്ടപ്പാടുകളുടെ എല്ലാം നടുവിൽ സഹായിക്കാൻ 1000 കരങ്ങളെ ഉയർത്തിക്കൊണ്ട് യാതൊരുവിധ കുറവുമില്ലാതെ സമൃദ്ധിയിലൂടെ തന്നെ ദൈവമായ കർത്താവ് എന്നെ മുൻപോട്ട് നയിക്കുന്നുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയുടെ വീതമായി കിട്ടിയ 40 സെൻറ്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീട് പണിത് പേഴുങ്കണ്ടം ഇടവകയിൽ വളരെ കുഞ്ഞുങ്ങളുടെ അനുസരണക്കേടിൻ്റെയൊക്കെ പിന്നിലുള്ള പരാതികളൊക്കെ ഉണ്ടെങ്കിലും അപ്പം ഞെരുക്കങ്ങളുടെയും സങ്കടങ്ങളുടെയും എല്ലാം നടുവിൽ യേശു തരുന്ന ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ധ്യാസമയത്ത് ഞാനിവിടെ നിന്ന് ഈ ലോകത്തോട് സംസാരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സകലർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന 6 കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയും അടങ്ങുന്ന അനുഗ്രഹീതമായൊരു കുടുംബം കാഞ്ചിയാർ പേഴുങ്കണ്ടം ഇടവകയിൽ എനിക്കുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂടിപ്പോയാൽ കുടുംബജീവിതം കഷ്ടത നിറഞ്ഞതായിരിക്കുമെന്നൊന്നും ആരും വിചാരിക്കരുത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ് നമ്മുടെ കിരീടമെന്ന് പറയുക. ഈ കിരീടം ഇവിടെ ഇല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് കിട്ടത്തില്ല. അതുകൊണ്ട് ഇനിയും ആരോഗ്യമുള്ള ഇനി അവസരമുള്ള ദമ്പതികൾ സമൃദ്ധമായിട്ട് ജീവൻ സമൃദ്ധമായി നൽകാൻ വന്ന യേശുവിനോട് ചേർന്ന് ജീവൻ്റെ സമൃദ്ധി കൊണ്ട് ഇഷ്ടം പോലെ അസ്ത്രങ്ങൾ കൊണ്ട് മക്കളാകുന്ന അസ്ത്രങ്ങൾ കൊണ്ട് നമ്മുടെ ആവനാഴി നിറച്ച് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ജീവൻ സംരക്ഷിക്കുന്ന അനേക ജീവനെ നിലനിർത്തുന്ന അല്ലെങ്കിൽ ജീവനെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളായിട്ട് ഓരോരുത്തരും രൂപാന്തരപ്പെടട്ടെ. അതിനുള്ള കൃപയാൽ ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഇത് ശ്രവിക്കുന്ന ഓരോ കുടുംബത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് സഹായമായി തീർന്നത് 3 വൈദികരാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ബഹുമാനപ്പെട്ട ജോസഫ് വാഴപ്പനടി അച്ഛനോട് ചേർന്ന് 10 വർഷക്കാലമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. റിഡംററിസ്റ്റ് സന്യാസ സമൂഹത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ബിജു, ഇപ്പോൾ ആലുവ ചൊവ്വര സന്യാസ ഭവനത്തിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു കുന്നമ്പ്രം അച്ഛനോട് ചേർന്ന് 4 വർഷക്കാലമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. തിരുവനന്തപുരം അതിരൂപതയിലെ മലങ്കര അതിരൂപതയിലെ ശാലോൻ ടി വി പ്രാസംഗികനായ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിലച്ഛനോട് ചേർന്ന് കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ ബോംബെയിലെ കല്യാൺ രൂപതയിൽ ബഹുമാനപ്പെട്ട സക്രിയാസ് അച്ഛനോട് ചേർന്നും ശുശ്രൂഷ ജീവിതത്തിൽ ദൈവം വിളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സാക്ഷ്യവും അതിശക്തമായ രീതിയിൽ വചനവും പങ്കുവെച്ച് ഒരു ശക്തനായ സുവിശേഷകനായി ഒരു സാക്ഷ്യമായി ലോകത്തിൻ്റെ മുമ്പിൽ ദൈവമായ കർത്താവ് എന്നെ ഉയർത്തി നിർത്തിയിരിക്കുന്നു. ഈ രാത്രി ഇവിടെ കടന്നു വരുവാനും ഈ ശാലോം ടെലിവിഷനിലൂടെ ലോകത്തിൻ്റെ മുൻപിൽ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുവാനും ദൈവം നൽകിയ ആ സമൃദ്ധമായ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നതിനോടൊപ്പം എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും ഈ സമയം ശാലോം ടി വിയോട് ചേർന്നും എന്നോട് വ്യക്തിപരമായും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർത്ത് അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. എല്ലാവരും കണ്ണുകളൊന്ന് അടച്ചാട്ടെ. കണ്ണുകൾ അടയ്ക്കുന്നത് ദൈവദർശനം സുസാധ്യമാക്കുവാൻ കൂടുതൽ നമ്മളെ സഹായിക്കും. ഞാനും എൻ്റെ ദൈവവും എന്നൊരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം, അല്ലെങ്കിൽ കരങ്ങൾ മാറോട് ചേർത്ത് വയ്ക്കാം. എന്തെങ്കിലും ചെയ്യുക. കരങ്ങൾ മാറോട് ചേർത്ത് വയ്ക്കുന്നതും കരങ്ങൾ കൂപ്പിപ്പിടിക്കുന്നതും ദൈവ തിരുസന്നിധിയിൽ എളിമയെയും നമ്മിലുള്ള നിസ്സാരതയെയും സൂചിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19-20 തിരുവചനങ്ങളിൽ ഇങ്ങനെ കാണുകയാണ്. അവർ ലോകം എങ്ങും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ പൊന്നു കർത്താവേ, ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വചനം ഈ സമയം ഞാൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ അധരത്തിലൂടെ ഈ സമൂഹത്തോട് ദൈവം അങ്ങ് സംസാരിച്ച ഓരോ വചനങ്ങളും ഈ മക്കളിൽ ലോകത്തിൻ്റെ വിവിധ മേഖലകളിലായിരുന്നുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്ന സകലരിലേക്കും അടയാളങ്ങളായി അത്ഭുതങ്ങളായി പെയ്തിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾ വഴിതെറ്റിയ മക്കളെ പ്രതി കണ്ണുനീരൊഴുക്കി വേദനയോടെ കഴിയുന്ന മാതാപിതാക്കളെ, അമ്മമാരെ പ്രത്യേകിച്ച് ഈ സമയം ഞാൻ സമർപ്പിക്കുകയാണ്. വഴിതെറ്റിയ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ മേഖലകളിലിരുന്ന് ഈ ജാഗരണ ആരാധനയിൽ പങ്കെടുത്ത്, ഈ നൈറ്റ് വിജലിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരുടെയും കണ്ണുനീരിനെ എൻ്റെ അമ്മയുടെ കണ്ണുനീരിനോട് ചേർത്ത് ദൈവമേ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയുടെ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗം മൂലം തകർന്നു പോയ കുടുംബജീവിതങ്ങളെ
നശിച്ചുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെ മദ്യപാനം മൂലം അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളെ, അനാഥത്വത്തിൻ്റെ ബാല്യം പേറി അതിൻ്റെ വേദനകൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിച്ചുകൊണ്ട് ഹൃദയഭാരങ്ങളോടെ, ആന്തരിക വേദനകളോടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ആ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നപ്പോൾ അങ്ങൻ്റെ കരം പിടിച്ച് ആ ജീവിത അനുഭവത്തോട് ചേർത്ത് സ്വർഗത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. രോഗികളായ മക്കളെ സമർപ്പിക്കുന്നു, വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, എനിക്ക് 7 മക്കളെ ജനിപ്പിക്കുവാൻ നൽകിയ കൃപയോട് ചേർത്ത് വെച്ച് മക്കളില്ലാത്ത ഓരോ ദമ്പതികളെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കരയുന്നവരുടെ കണ്ണുനീരൊപ്പുന്ന കരുണാമയനായ ദൈവമേ, അമ്മയെ ഉപേക്ഷിച്ചാലും അപ്പൻ ഉപേക്ഷിച്ചാലും ലോകം തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിക്കാതെ മാറോട് ചേർക്കുന്ന നാഥ, അങ്ങയുടെ തിരുവിലാവിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, അങ്ങയുടെ ആ മാറോട് സമർപ്പിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനെയും സമർപ്പിച്ച് അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഈ ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. അമ്മ എന്നെ മറന്ന കണ്ണുകളടച്ച് ഈ ലോകമെന്നെ വെറുത്താലും ആരും കൂടെ പാടണ്ട, പ്രാർത്ഥിക്കുക. ഹൃദയമേപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി അനേക മക്കളെ സ്വർഗത്തിലെ ദൈവം ഇതാ തന്റെ മാറോട് ചേർത്ത് വേദനകൾ ഒപ്പിയെടുക്കുന്നു. ഈ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് കരയുന്ന അനേകരുടെ കണ്ണുനീര് കർത്താവ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതിരുകളില്ലാത്ത സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, അർഹതയില്ലാത്തവർക്ക് പോലും അളവില്ലാതെ നൽകുന്ന ദൈവം സ്നേഹം, നിത്യസ്നേഹം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. അനേക മക്കൾക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തരുന്നു. കരഞ്ഞ് പ്രാർത്ഥിക്കുക. നിത്യസ്നേഹം. 2 കരങ്ങളെയും സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ കാലവിളംബരം വരുത്തുകയില്ലെന്ന് അരുളി ചെയ്ത നാഥ, നായിമിലെ തെരുവീഥിയിലൂടെ വിധവയായ ഒരമ്മ യുവാവായ മകന്റെ ശവമഞ്ചത്തെ അനുഗമിച്ചപ്പോൾ ആ നായിമിലെ തെരുവീഥിയിലേക്ക് കടന്നു ചെന്ന് ആ വിധവയായ അമ്മയുടെ കണ്ണുനീരൊപ്പിയതുപോലെ ലോകം മുഴുവൻ ഈ നൈറ്റ് വിജിലിനോട് ചേർന്ന് കണ്ണുനീരോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും കണ്ണുനീര് അവിടുന്ന് ഒപ്പണമേ. അവിടുന്ന് എല്ലാ മക്കളെയും ആശ്വസിപ്പിക്കണമേ. കരയുന്നവരുടെ കണ്ണുനീരൊപ്പുന്ന കരുണാമയനായ കർത്താവേ, നിന്റെ കരുണയാൽ, നിന്റെ കാരുണ്യത്താൽ, സൗഖ്യത്താൽ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കരമുയർത്തിക്കൊണ്ട് എല്ലാവരും സ്തുതിക്കട്ടെ. നന്നായിട്ട് കരമുയർത്തി, അധരം തുറന്ന് സ്വരമുയർത്തി, കണ്ണുനീരോടെ വേദനയോടെ എല്ലാ മക്കളും സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന.